എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് റെഗുലർ അഡ്മിഷനിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഹൗ ടു ചെക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ അടിക്കുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലിന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്കും പോളിടെക്നിക് റെഗുലർ അഡ്മിഷനിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഹൗ ടു ചെക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക? polyadmission.org എന്ന വെബ്സൈറ്റിൽ കയറുക. polyadmission.org നിങ്ങൾ polyadmission.org എന്ന വെബ്സൈറ്റിൽ കയറുക. അത് നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, പോളിടെക്നിക് അല്ലെങ്കിൽ polyadmission.org, എന്ത് പോളിടെക്നിക്കെന്നോ polyadmission.org എന്നോ പോളിടെക്നിക്കെന്നോ എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ അതായത് അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്തോ polyadmission.org എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. ഗവൺമെൻറ് ഓഫ് കേരളയുടെ സൈറ്റാണ്, പോളി അഡ്മിഷൻ്റെ സൈറ്റാണ്. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷർ എന്നൊരു ലിങ്ക് അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈൽ നമ്പറും അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇട്ട സ്ഥാനത്ത് മൊബൈൽ നമ്പറും 2-3 ഡീറ്റെയിൽസ് ഉപയോഗിക്കാം. ഞാൻ മൊബൈൽ നമ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞുള്ളൂ. എന്നിട്ട് മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് സബ്മിറ്റ് ചെയ്യുക. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്നിങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിച്ച് പരിശോധിക്കുന്നവരെയുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കും മറുപടി നമ്മൾ നൽകി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.